ചൈനയിലെ ഗോൺചോ നഗരത്തിലെ കാൻഡൻ ഫെയർ കോംപ്ലക്സിലാണ് ഇപ്പോൾ ഞാൻ. അതിബൃഹത്തായ ഒരു എക്സിബിഷൻ സെന്റർ. ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് ഫെയർ നടക്കുന്ന സ്ഥലമാണിത്. ചൈന എന്ന രാജ്യം സർവ്വ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ വയ്ക്കുന്ന ഒരു വമ്പൻ കേന്ദ്രം. പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ കണ്ട് വില പറഞ്ഞ് കച്ചവടമുറപ്പിക്കാൻ വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് മെയ് മാസത്തിലെ ആദ്യ ആഴ്ചകളിലെ ട്രേഡ് ഫെയർ ദിനങ്ങളിലാണ്. ഏപ്രിലിൽ തുടങ്ങിയ ട്രേഡ് ഫെയർ മെയ് മാസത്തിലാണ് സമാപിക്കുക. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും ഒരു ട്രേഡ് ഫെയർ ഉണ്ട്. ട്രേഡ് ഫെയർ മാത്രമല്ല, കലാപരിപാടികൾ, സെമിനാറുകൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ജനം ഒഴുകുകയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. AI-യും റോബോട്ടിക്സും ചേർന്ന് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് പലയിടത്തും. വെയ്റ്റ് ലിഫ്റ്റിംഗ് നടത്തുന്ന റോബോട്ടുകൾ, ഓടുന്ന റോബോട്ടുകൾ, റോബോട്ടിക്സിനെ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥലം. റോബോട്ടിക്സിൽ ചൈന പിന്നിലല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ എന്ന മട്ടിലാണ് ഇതെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കലാപരമായി അതിഗംഭീരമായാണ് ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേ. അതും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഏകദേശം 17 മില്യൺ സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ട്രേഡ് ഫെയർ. നേരെ താഴെ കാണുന്നത് വസ്ത്രങ്ങളുടെ പൗലിനുകളാണ്. ആധുനികമായ വസ്ത്രങ്ങളുടെ മോഡലുകൾ പ്രദർശിപ്പിക്കുന്ന പല പല സ്റ്റാളുകൾ. പല കമ്പനികളുടെ സ്റ്റാളുകളാണ്. കുറേയുണ്ടത്. അതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല. ഒരു ഭാഗത്ത് ലഗേജ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. വലിയ പെട്ടിയും മറ്റുമായി വരുന്നവർ അത് ചുമന്ന് നടക്കേണ്ട. ഇവിടെ വെച്ച് നമുക്ക് പൂട്ടിയിട്ട് പോകാം. തിരിച്ചു വരുമ്പോൾ നമ്പർ ലോക്ക് കൊണ്ട് തുറന്നെടുക്കുകയുമാവാം. ട്രേഡ് ഫെയർ കോംപ്ലക്സിനെ A, B, C, D എന്നിങ്ങനെ 4 ഏരിയകളായി തിരിച്ചിരിക്കുകയാണ്. ഈ 4 ഏരിയകളിലായിട്ട് ഏതാണ്ട് 45 കൂറ്റൻ ഹാളുകളുണ്ട്. നമ്മൾ കണ്ട തരത്തിലുള്ള 45 ഹാളുകൾ. അങ്ങകലെ വരെ കാണുന്നതൊക്കെ കാൻഡൻ ഫെയർ കോംപ്ലക്സിന്റെ ഭാഗമാണ്. വെറുതെ കുറെ കെട്ടിടം പണിതിട്ടിരിക്കുകയല്ല. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത സ്ഥലത്ത് മാർബിളും ഗ്ലാസും സ്റ്റീലും കൊണ്ടുള്ള അത്ഭുത നിർമ്മിതിയാണ്. സായിപ്പുമാരൊക്കെ അന്തം വിട്ടാണ് ഇതിലൂടെ നടക്കുന്നത്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ വമ്പൻ കമ്പനികളുടെ പ്രതിനിധികളും ട്രേഡേഴ്സുമെല്ലാം ഈ ഫെയറിൽ വരും. ഓരോരോ ഹാളുകൾ പിന്നിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. രാവിലെ കുറേ കാഴ്ചകൾ കണ്ടിരുന്നു. ഇനി ചെല്ലുന്നത് റോബോട്ടിക്സ് മെഡിസിന്റെ ഒരു ഭാഗത്തേക്കാണ്. ഓരോ ഹാളിലേക്കും കയറി ചെല്ലണമെങ്കിൽ ID കാർഡ് സ്കാൻ ചെയ്യണം. പുതിയൊരു പൗലിനാണിത്. ആ വിശാലമായ ഹാളിലേക്ക് കയറി. ഇവിടെ വൈദ്യശാസ്ത്ര രംഗത്തെ പുതിയ യന്ത്രങ്ങളും ടെക്നോളജികളുമാണ് പരിചയപ്പെടുത്തുന്നത്. ചൈന ഡെവലപ്പ് ചെയ്ത യന്ത്രങ്ങൾ, പല പല കമ്പനികളുടെ പ്രോഡക്റ്റുകൾ. ഇത് കൈ നഷ്ടപ്പെട്ട ഒരാൾക്കുള്ള ലിംബുകളാണ്. ആർട്ടിഫിഷ്യൽ ലിംബുകൾ. മനുഷ്യന്റെ ആന്തരിക പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ കൈകൾ. കൈ ഒന്ന് പൊക്കണമെന്ന് ചിന്തിച്ചാൽ ഈ കൃത്രിമ കൈ പൊങ്ങും. അതൊക്കെ എന്തൊരു അത്ഭുതമാണ്. കൈ പോയ ഒരാൾക്ക് എത്ര ആശ്വാസം പകരുന്ന കണ്ടുപിടുത്തം. പിന്നെയുള്ളത് സർജറിക്കുള്ള റോബോട്ടുകളാണ്. മനുഷ്യന്റെ ശരീരത്തെ തുളച്ച് ചെറിയ ദ്വാരങ്ങളിലൂടെ സൂചികൾ കടത്തി സർജറി നടത്തും. മെഡ്ബോട്ടിന്റെ നൂതന ഉപകരണം. ഡോക്ടർ ഇത്ര അകലെയാണ് ഇരിക്കുക. കമ്പ്യൂട്ടറിലൂടെ അദ്ദേഹം സർജറി നിയന്ത്രിക്കുന്നു. നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും ഇത് വന്നിട്ടുണ്ട്. രോഗിയുടെ അടുത്ത് ഉണ്ടാകുന്ന റോബോട്ടിക് ഭാഗം ഇതാണ്. സലാം ഇവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുത്തി. മെഡ്ബോട്ട് കമ്പനിയുടെ പ്രതിനിധിയാണ്. ആഫ്രിക്കൻ റീജിയനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യക്കും ഈ കമ്പനി ധാരാളം സപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും നടന്നു. ഇതും റോബോട്ടിക് സർജറിക്കുള്ള മറ്റൊരു ഉപകരണമാണ്. ചെറിയ പൊത്തുകളിലൂടെയാണ് സൂചി അകത്തേക്ക് കടത്തി സർജറി നടത്തുക. ഇത്രയേറെ ആമുകൾ. അതിൻ്റെ അറ്റത്ത് സൂചി, കത്തി, ക്ലിപ്പുകൾ, ക്യാമറകൾ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഡോക്ടറുടെ സാന്നിധ്യം ഇവിടെ അടുത്തൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം കുറെ അകലെ ഇരുന്നാണ് ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നത്. അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഇങ്ങനെ സ്ക്രീനിൽ കാണാം.
ഡോക്ടർക്കും കൂടെയുള്ളവർക്കുമെല്ലാം ഓപ്പറേഷൻ കൃത്യമായി കാണാവുന്ന സംവിധാനം. ഡോക്ടർ ഇവിടെ ഇരുന്നാണ് ചെറിയ വളയങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള രോഗിയുടെ ശരീരത്തിനുള്ളിൽ പിടിപ്പിക്കുന്നത്. ട്രയൽ നടത്തുന്നതാണ്. ഇത് MRI സ്കാനിങ്ങിനുള്ള ഉപകരണമാണ്. ഇപ്പോൾ സാധാരണയായി കിടത്തിയാണ് MRI സ്കാൻ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നേരെ നിർത്തിയും ചെരിച്ചു നിർത്തിയുമൊക്കെ സ്കാൻ ചെയ്യാനാവും. അത് ടിൽറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു പ്രവർത്തന രീതി ഇവിടെ ഡെമോ ചെയ്യുന്നുണ്ട്. ടിൽറ്റബിൾ MRI സ്കാനർ. അതിങ്ങനെ കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു കൗതുകം. ചൈന മെഡിക്കൽ സയൻസിലും മെഡിക്കൽ ടെക്നോളജിയുടെ കാര്യത്തിലും വമ്പൻ മുന്നേറ്റം നടത്തുന്നുണ്ട്. അജിബോട്ട് എന്നൊക്കെ പേരുള്ള പല കമ്പനികളുടെ സ്റ്റാളുകൾ, മെഡിക്കൽ സയൻസ്, മെഡിക്കൽ റോബോട്ടിക്സ് എന്നിങ്ങനെയെല്ലാം തന്നെ ഈ ട്രേഡ് ഫെയറിലെ മേഖലകളാണ്. ഇത് സ്വയം സ്റ്റെപ്പുകൾ കയറുന്ന ഒരു തരം വീൽചെയറാണ്. ഒരു നിലയിൽ നിന്ന് അടുത്തതിലേക്ക് വീൽചെയർ കൊണ്ടുപോകാൻ മറ്റൊരാളുടെ സഹായം വേണമല്ലോ. ആ ജോലി ഒഴിവാക്കുകയാണിത്. പടവുകളിലൂടെ അനായാസം കയറാവുന്ന വീൽചെയർ. പ്രത്യേക റാമ്പുകൾ വേണ്ട. ഇങ്ങനെ ആധുനികമായ കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അല്ലാതെ കുറെ പാത്രങ്ങളും തുണിയും അലമാരിയും മാത്രമല്ല. ആധുനികമായ ടെക്നോളജി അത് അവതരിപ്പിക്കുന്ന പല കമ്പനികൾ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിലേക്കെത്താനുള്ള ഉപകരണങ്ങൾ. AI ഫിസിയോതെറാപ്പിക്കുള്ള റോബോട്ടുകളാണ് ഇവിടെ. ഒരു സർദാർജി കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസാജിംഗ് മാത്രമല്ല, ഫിസിയോതെറാപ്പി നടത്തുന്ന യന്ത്രങ്ങളാണിത്. എന്തോ ജെൽ പുരട്ടിക്കൊടുക്കുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ മസാജ് ചെയ്യുകയാണ് യന്ത്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ. മസാജ് ചെയ്യാൻ മനുഷ്യർ വേണമെന്ന കാലമൊക്കെ പോയിരിക്കുന്നു. ഈ യന്ത്രം മതി. വീട്ടിൽ യന്ത്രം വാങ്ങിവെച്ച് നമുക്ക് തന്നെ മസാജ് ചെയ്യാം. കിടക്കുന്നതിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. ചെല്ലുന്നവരെ ഫ്രീ ആയി മസാജ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇന്ത്യക്കാർ ചാടി വീണ് കിടക്കുന്നു. മനോഹരമായ ഹാളിലാണ് മെഡിക്കൽ ടെക്നോളജി സ്റ്റാളുകൾ. അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഞങ്ങൾ എസ്കലേറ്റർ കയറിയും ഇറങ്ങിയും കുറേ നടന്നു. അത് ഞാൻ മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതൊരു മര്യാദകേടായതുകൊണ്ടാണ് പല സ്റ്റാളുകളിലെയും ഷൂട്ടിംഗ് ഒഴിവാക്കിയത്. പൊതുവായ കാഴ്ച മാത്രമേ കാണിക്കുന്നുള്ളൂ. സലാം എന്നെ നയിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ സ്ഥിരമായി വരുന്നയാളാണ് സലാം. 20 കൊല്ലമായി ഈ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുന്നയാൾ. ഈ നഗരത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നതും. ഈ കോംപ്ലക്സിന്റെ വൈപുല്യം ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാകും. 45 ഹാളുകളിൽ മറ്റൊന്നിലേക്കാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അതിവിശാലമായ ഒരു പ്രദേശം. ഈ ഹാൾ ബാഗുകളുടെ സെക്ഷനാണ്. ട്രാവൽ ബാഗുകളാണ്. പല ബ്രാൻഡിലുള്ള ബാഗുകൾ. അത് എനിക്കിഷ്ടപ്പെട്ട ഏരിയ ആയതിനാൽ അതിലൂടെ കുറേ നേരം നടന്നു. ഇവിടെയൊക്കെ ചെറിയ കോഫി ഷോപ്പുകളുണ്ട്. ഓരോ കെട്ടിടത്തിൻ്റെയും പരിസരത്തും മുൻഭാഗത്തുമെല്ലാം ഗാർഡനുകൾ. ഓരോ കെട്ടിടത്തിൻ്റെയും ഡിസൈൻ ഗംഭീരം. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണിയാകാറായി. ഭക്ഷണശാലകൾ അടയ്ക്കില്ല. ഇവിടെ ഇൻഫർമേഷൻ സെൻ്ററുണ്ട്. അതുപോലെ കസ്റ്റമർ സർവീസ് സെൻ്ററുകളുണ്ട്. ടാക്സ്, ഡ്യൂട്ടി എന്നിവ സംബന്ധിച്ച കൺസൾട്ടൻസി സർവീസുണ്ട്. കച്ചവടത്തിന് വരുന്ന ഒരാൾക്ക് അത് സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്ന ഇടങ്ങൾ. നടന്ന് ഞങ്ങൾ വലിയൊരു ഓപ്പൺ സ്പേസിലേക്കാണ് എത്തിയത്. ഉദ്യാനം പോലെ ഒരു ഭാഗം. വൈകുന്നേരങ്ങളിൽ പലതരം പെർഫോമൻസുകളും ഡിന്നറുമെല്ലാം നടക്കുന്ന ഒരു ഓപ്പൺ എയർ സ്പേസ് ആണ്. പകൽ നേരത്ത് ഇവിടെ ആളുകൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇതൊരു ആഘോഷ കേന്ദ്രമാകും. അതിലൂടെ ഒന്ന് ചുറ്റി നടന്നു. അത് കഴിഞ്ഞ് എസ്കലേറ്റർ വഴി മുകൾ ഭാഗത്തേക്ക് നീങ്ങി. ഇവിടെ VIP റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടം ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് പോലെയാണ്. ഫുഡ് കോർട്ടല്ല. ഫുഡ് കോർട്ടിൽ വലിയ തിരക്കായിരുന്നെങ്കിൽ ഇവിടെ അധികം ആൾക്കൂട്ടമില്ല. നമ്മൾ കസേരയിൽ ഇരുന്നാൽ ഒരു റെസ്റ്റോറൻറ്റിൽ എന്ന പോലെ തന്നെ മെനു തന്ന് ഓർഡർ എടുത്ത് ഭക്ഷണം ടേബിളിൽ സെർവ് ചെയ്യും. സലാം പോയിട്ട് ഒരു പെൺകുട്ടിയോട് വിവരം പറഞ്ഞു. ചോറ് വേണോ നൂഡിൽസ് വേണോ എന്ന് ചോദിച്ചു. എനിക്ക് ചോറും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞു. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട് VIP റെസ്റ്റോറൻറ്റിൽ.
ഞങ്ങൾക്കുള്ള ഫുഡെത്തി. എനിക്കുള്ള ചോറും ചിക്കനും. സലാമിന് നൂഡിൽസും മറ്റെന്തോ വിഭവവും വന്നു. ചിക്കൻ അല്പം വലിപ്പം കൂടിപ്പോയി എന്നതേ പ്രശ്നമുള്ളൂ. ഏതായാലും വളരെ രുചികരമായ ഗംഭീരമായ ലഞ്ച്. എല്ലാറ്റിനും പ്രത്യേകമായ രുചിയുണ്ട്. ചൈനീസ് ഫുഡിന്റെ പ്രത്യേകത അതാണല്ലോ. നാട്ടിൽ ചിക്കൻ അത്ര ഇഷ്ടമുള്ള ആളല്ല ഞാൻ. പക്ഷേ ചൈനയിൽ ചെന്ന് ചിക്കൻ കഴിക്കുമ്പോൾ അതിനും അസാധ്യ രുചിയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇവിടെ ഇനിയും ധാരാളം കാണാനുണ്ട്. കുറെയൊക്കെ കണ്ടു. ഇനി വേറെ ചില കാഴ്ചകളിലേക്ക് പോകാനാണ് തീരുമാനം. സമയം 4 മണിയായിരിക്കുന്നു. അന്തരീക്ഷം മൂടിത്തുടങ്ങി. ട്രേഡ് ഫെയർ നടക്കുന്നിടത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഭാഗമാണിത്. കാർ വരുന്നിടത്തേക്ക് നടക്കുകയാണ് ഞങ്ങൾ. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്തും. പക്ഷേ ഇനി ആളുകൾ മടങ്ങിത്തുടങ്ങും. ഇവിടെ ടാക്സി കിട്ടും. പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും സലാമിന്റെ കാറെത്തി. സലാം ഡ്രൈവറെ വിളിച്ചിരുന്നു. അങ്ങകലെ കാണുന്നത് കാൻഡൻ ഫെയറിന്റെ ഹാളുകളാണ്. വമ്പൻ കോംപ്ലക്സ്. അവിടം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. 17 മില്യൺ സ്ക്വയർ ഫീറ്റാണ് ഈ കാൻഡൻ ഫെയർ കോംപ്ലക്സിന്റെ ഏരിയ. 45 ഹാളുകളിലായി വലിയൊരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുകയാണത്. ടെക്നോളജിയുടെയും മാനുഫാക്ചറിംഗിന്റെയും ഒരു അത്ഭുത ലോകമാണ് ഗോൺചോ. ഗംഭീര നഗരം. ഹു എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. സലാമിന് ധാരാളം ക്ലയൻസ് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്നതുകൊണ്ട് അവരുമായി പല സ്ഥലങ്ങളും ഫാക്ടറികളുമൊക്കെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാറുകളിൽ അവരെ സലാം തന്റെ മാനേജർമാരുമൊത്ത് കയറ്റിവിടും. അതിന് പല കാറുകളുണ്ട്. ഇതിവിടുത്തെ ചെറി ഐ കാർ എന്ന വാഹനമാണ്. ഡിഫൻഡറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. ഡിഫൻഡറിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുണ്ടാക്കിയതാണ്. ഡിഫൻഡർ തന്നെയാണെന്നേ കണ്ടാൽ തോന്നൂ. നല്ല ഭംഗിയുണ്ട്. ഷിൻജി ഹോട്ടൽ എക്സ് ഹോസ്പിറ്റാലിറ്റി സപ്ലൈസ് എക്സ്പോ സെന്ററാണ് ഇക്കാണുന്നത്. വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എക്സ്പോ സെന്റർ. ഗോൺചോയിൽ കാൻഡൻ ഫെയർ മാത്രമല്ല ഉള്ളത്. 365 ദിവസവും പ്രദർശനമൊരുക്കുന്ന പല പല എക്സ്പോ സെന്ററുകളുണ്ട്. ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സാധനങ്ങളാണ് ഷിൻജി ഹോട്ടൽ എക്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഹോട്ടലിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങിയ സാധനങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങാവുന്ന സെന്റർ. ഈ കെട്ടിടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് ഓരോരോ വ്യവസായ സ്ഥാപനങ്ങളാണ്. അനേകം സ്ഥാപനങ്ങൾ, അവരുടെ ഡെമോൺസ്ട്രേഷൻ സെന്ററുകൾ, ഷോപ്പുകൾ എന്നിങ്ങനെ പലതും. ഗോൺചോ നഗരത്തിൽ എവിടെയും കാണുക വ്യാപാര സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് സലാം താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ലുവോഷി എന്ന പ്രദേശത്തേക്ക്. അങ്ങോട്ട് പോകാൻ കാരണമുണ്ട്. ഗോൺചോയിലെ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. നമ്മൾ കണ്ട ഹൈടെക് കേന്ദ്രങ്ങളല്ലാതെ സാധാരണക്കാർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വഴിയരികിൽ കുറെ ബൈക്കുകളുണ്ട്. ഇതൊക്കെ ബൈക്ക് ടാക്സികളാണ്. ബൈക്കിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത് ടാക്സിക്കാരും. ഇതൊക്കെയാണ് ശരിക്കും ചൈനീസ് സാധാരണക്കാർ. കഴിഞ്ഞ ദിവസം കണ്ട ബീജിംഗ് സ്ട്രീറ്റിലെ പോലെ അത്ര പകിട്ടില്ലാത്ത സ്ഥലങ്ങളാണിത്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ല. വിദേശികളായ ട്രേഡേഴ്സും വരുന്നില്ല. നാട്ടുകാർ മാത്രമുള്ള സ്ഥലം. അവർ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഇവിടെ കാണാം. കോഴിക്കാല്, കോഴിയുടെ ആന്തരാവയവങ്ങൾ, അങ്ങനെ പലതും. ഇതൊക്കെ ഇങ്ങനെ ഒരു പകുതി വേവിച്ചു വെച്ചിരിക്കും. ഇത് ആവശ്യാനുസരണം എടുത്ത് വീണ്ടും മസാലയൊക്കെ ചേർത്ത് ഒന്നുകൂടി പൊരിച്ചു കൊടുക്കും. പിന്നെയുള്ളത് പഴം പച്ചക്കറി ചന്തയാണ്. ദൂരിയൻ എന്ന പഴം. വലിയ ഗന്ധമാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ. ചൈനീസ് വംശജർക്കും മലേഷ്യക്കാർക്കും ഇന്തോനേഷ്യക്കാർക്കുമെല്ലാം വലിയ ഇഷ്ടമുള്ള പഴമാണ് ദൂരിയൻ. ചക്കപ്പഴമുണ്ട്. ഓറഞ്ച് ഇലയോട് കൂടിയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിൽ ഫ്രഷ്നെസ് ഫീൽ ചെയ്യിക്കുന്നു. ചൈനയിൽ കിട്ടാത്ത പഴങ്ങളില്ല. ചിക്കനും താറാവും മുഴുവനോടെ കിടക്കുന്നു ചിലയിടത്ത്.
കമ്പിക്കുളത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. പകുതി വേവിച്ചതാണ്. കഴിക്കണമെങ്കിൽ ഒന്നുകൂടി വേവിക്കണം എന്ന് തോന്നുന്നു. ചിലത് നന്നായി വേവിച്ചത് തന്നെയാണ്. കോഴി, താറാവ്, കാട എന്നിങ്ങനെയുള്ളവ. കോഴി തന്നെ പല പ്രായത്തിലുള്ളത്. ഇതൊക്കെ ഇവരുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാണ്. ഇവിടുന്നാണ് സലാം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. സലാം സാധാരണയായി പച്ചക്കറിയൊക്കെ വാങ്ങുന്ന കടയിലേക്ക് നടന്നു. കുറച്ചകലെയാണ് സലാമിന്റെ വീട്. എങ്കിലും ഇവിടുത്തെ മിക്കവാറും കടക്കാരെ സലാമിന് പരിചയമുണ്ട്. ഈ കാണുന്ന ഇലകളൊക്കെ ചൈനക്കാർ അവരുടെ ചേരുവകൾ ചേർത്ത് പാകം ചെയ്യുമ്പോൾ അതീവ രുചികരമായി മാറും. ഇവരുടെ കൈപുണ്യം കൂടിയാവാം. ചൈനക്കാരുടെ കറിക്കൂട്ടുകളെല്ലാം അപാര രുചിയുള്ളതാണ്. ഈ കടക്കാരിയൊക്കെ സലാമിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്നെന്താ ഒന്നും വേണ്ടേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. വേണ്ട, എന്റെ സുഹൃത്തിനെ ഇത് കാണിക്കാൻ കൊണ്ടുവന്നതാണ് എന്നൊക്കെ സലാം മറുപടി പറയുന്നുണ്ട്. ഇഞ്ചി ഇവരുടെ എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുന്നതാണ്. ഒരു ഭാഗത്ത് തേങ്ങയുണ്ട്. അത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പൊതിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിരിക്കുന്നു. ഒരു നാരുമില്ലാതെ സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചതുപോലെ മിനുസപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ ചിരട്ട പൊട്ടിച്ച് അകത്തെ കാമ്പ് മാത്രമായും കൊടുക്കും. വലിപ്പമോ തൂക്കമോ അനുസരിച്ച് ഓരോ തേങ്ങയുടെയും വില അതിന്മേൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മുട്ടക്കച്ചവടമാണ്. മുട്ടക്കാരിയും സലാമിന്റെ പരിചയക്കാരിയാണ്. പല നിറത്തിലാണ് മുട്ടകൾ. പച്ചമുട്ടകൾ താറാമുട്ടയാണ്. താറാവു മുട്ട ഉപ്പും മറ്റെന്തെല്ലാമോ കൂട്ടുകളും പുരട്ടി വെച്ചിരിക്കുന്നു. അതാണ് പച്ചനിറം. കോഴിമുട്ട തന്നെയുണ്ട് പലതരം. പിന്നെ ശർക്കരയുണ്ട പോലെ ചിലതുണ്ട്. സെഞ്ചുറി എഗ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഉപ്പ്, ചാരം, കളിമണ്ണ്, കുമ്മായം എന്നിവ ചേർത്ത് മിശ്രിതം കൊണ്ട് പൊതിഞ്ഞ മുട്ട മാസങ്ങളോളം കേടുവരാതെയിരിക്കും. പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേക രുചിയാണുണ്ടാവുക. പിടാൻ എന്ന വിഭവം ഉണ്ടാക്കാനാണ് ഇവർ സെഞ്ചുറി എഗ് സാധാരണയായി ഉപയോഗിക്കുന്നത്. കാടയുടെ മുട്ടയുണ്ട്. പലതരം മുട്ട വിഭവങ്ങളുണ്ട് ചൈനയിൽ. ചന്തയുടെ വേറൊരു ഭാഗത്ത് ഫ്രഷ് മീനാണ് വിൽക്കുന്നത്. കണ്ടാൽ നമുക്ക് വറക്കാൻ തോന്നാത്ത സൗന്ദര്യമുള്ള മീനുകൾ. മിക്കതും ജീവനുള്ളവയാണ്. ജീവനുള്ള മീനുകൾക്കാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ. മീൻ മാത്രമല്ല, ഇവിടെ ഒരു കച്ചവടക്കാരി ജീവനുള്ള ഞണ്ടിനെ കോരിയെടുക്കുന്നു. കടൽ ഞണ്ടാണ്. അതിലൊന്നിനെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. നല്ല വൃത്തിയോടെയാണ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു തരം വരാലാണ്. ടാങ്കുകളിലും കുളങ്ങളിലും വളർത്തുന്ന വരാൽ. നല്ല രുചിയാണ് ഇതിനെന്നാണ് സലാം പറയുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ കക്ഷികൾ വലയ്ക്കകത്ത് കിടപ്പുണ്ട്. തടിമാടന്മാരായ തവളകൾ. ഇവിടെ തവളയും എല്ലാത്തരം ജലജീവികളുമുണ്ട്. ഇതൊക്കെ ചൈനക്കാരുടെ ഇഷ്ടഭക്ഷണമാണ്. ഒരു കൂട്ടിൽ ആമകളുണ്ട്. വെള്ളത്തിനകത്ത് അവയങ്ങനെ കിടക്കുന്നു. ആമയും ഇവർക്ക് ഭക്ഷണമാണ്. പണ്ട് ആമയൊക്കെ ഭക്ഷണമാക്കുന്നവർ കേരളത്തിലുമുണ്ടായിരുന്നല്ലോ. കുറെ കൂടുകളിൽ ആമയെ വിൽക്കാനിട്ടിട്ടുണ്ട്. നല്ല രുചിയുള്ള വിഭവമാണത്രേ ആമ. ഇത്തവണത്തെ യാത്രയിൽ എനിക്ക് ആമയിറച്ചി പരീക്ഷിക്കാനായിട്ടില്ല. പക്ഷേ ഈ പാവത്താന്മാരെ കൊന്നു തിന്നുന്നത് എങ്ങനെ എന്നൊരു ചിന്തയുമുണ്ട്. ചില കൂടുകളിൽ പാമ്പുകളെപ്പോലെ ചിലരുണ്ട്. മീനുകൾ തന്നെയാണ്. ഇതൊരു തരം ഈൽ മത്സ്യമാണ്. ഏഷ്യൻ സാംപ് ഈൽ, റൈസ് ഫീൽഡ് ഈൽ, പാഡി ഫീൽഡ് ഈൽ എന്നൊക്കെ ഇതിന് പേരുണ്ട്. പാമ്പിനെ പോലെ തല പൊക്കുന്നുണ്ട് ചിലർ. കണ്ടാൽ പേടിയാകും. 40 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കുന്നവയാണ് ഇവ. പെട്ടെന്ന് കണ്ടാൽ ഞെട്ടിപ്പോകും. അതുകൂടാതെ നമ്മുടെ മാർക്കറ്റുകളിലെ പോലെ ആവോലി, കിളിമീൻ തുടങ്ങിയ മീനുകളെല്ലാമുണ്ട്. കുറച്ചുനേരം ചന്ത കണ്ടു നടന്നു. വേറൊരു ഭാഗത്ത് ഇറച്ചിക്കടകളാണ്. അവിടെ ചുവന്ന ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇറച്ചിക്കട എവിടെയാണെന്ന് വിശാലമായ ചന്തയിൽ വരുന്നവരെ അറിയിക്കാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെയുള്ള ലൈറ്റിംഗ്. ആ ലൈറ്റ് കൂടിയാവുമ്പോൾ മാംസത്തിനെല്ലാം ഒരു കടും നിറം. വേറൊരു ഭാഗത്ത് പാകം ചെയ്ത മാംസമാണ് വിൽപ്പന. ഒരു കോഴിയെ കൊന്നുകഴിഞ്ഞാൽ ഓരോ ഭാഗവും ഓരോ വിഭവമാക്കും. ഇറച്ചി, കുടല്, കരള്,
കാൽ എന്നിങ്ങനെയെല്ലാം വെവ്വേറെ വിഭവങ്ങളാണ്. വേറൊരിടത്ത് ആവിയിൽ പുഴുങ്ങുന്ന വിഭവങ്ങളാണ്. ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോമോ ഒക്കെ പോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നവ. മുട്ടയും കിഴങ്ങും മോമോയുമെല്ലാം പുഴുങ്ങും. എനിക്ക് സങ്കടം വന്നത് ഇവിടുത്തെ മദ്യക്കട കണ്ടപ്പോഴാണ്. ഒറ്റ മനുഷ്യനില്ല. ആർക്കും വേണ്ടാത്തതുപോലെ മദ്യക്കട തുറന്നിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ ചെന്ന് കയറി. നേരം ഇരുട്ടിത്തുടങ്ങി. സലാമിന്റെ ഭാര്യയും മകളും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചൈനയിൽ ഇവർ താമസിക്കുന്ന വീട് എങ്ങനെയാണ് എന്നൊന്ന് കാണണമല്ലോ. ഞങ്ങൾ അവിടേക്ക് യാത്ര തുടർന്നു.